ഹലോ, മരിയ ഹോം ഗാർഡൻ നഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ കുറച്ച് നമ്മുടെ കലാത്തിയ ക്രിംസൺ പ്ലാന്റ്, എല്ലാവരും ചോദിച്ച കലാത്തിയ ക്രിംസൺ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നേക്കാളും മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പൊക്കോട്ടെ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓരോ പ്ലാന്റ്സ് ഇതിൽ കാണിക്കുമ്പോൾ സൈസ് ഇത്രയേ ഉള്ളൂ, ലീവ്സ് ഇത്രയേ ഉള്ളൂ, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിച്ച ഒന്നോ രണ്ടോ പേര് കേട്ടോ, ഇപ്പോൾ ഒരു 30-40 പേര് ചെടി വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേര് വന്നിട്ട് പറയും, മോള് പറഞ്ഞു പോയതാണെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടി ചെടികൾക്ക് വലിപ്പം തോന്നിക്കുന്നുണ്ട്. പക്ഷേ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ 2-3 പ്ലാന്റ്സ് ചെറുതായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിലർ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ആ ചെടിയുടെ ഭംഗി കണ്ട് ആസ്വദിച്ച് റേറ്റും കേട്ട് അങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ പ്ലാന്റ്സ് എടുത്താൽ മതി. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങളിത് വാങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെടികൾ എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് പ്ലാന്റ്സ് അയക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ DTDC വഴി, സ്പീഡ് പോസ്റ്റ് വഴിയാണ്. പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ, ഫോൺ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടോ. അപ്പോൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് കലാത്തിയ കോമ്പാക്റ്റം സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. അതുണ്ടോ, അതിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. ഒരു 4 ലീസ് പരുവത്തിൽ, ഒരുപാട് ഹൈറ്റിൽ, ഒരു മീഡിയം ഹൈറ്റിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും 40 റുപ്പീസ്, 40 രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ലിയോപാഡിന എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ശരിക്കും നമുക്കൊന്ന് വളർത്തിയെടുക്കുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് നമുക്കിത് തോന്നിക്കുന്നത്. തന്നെ പ്ലാസ്റ്റിക് ആണെന്നേ നമ്മൾ തോന്നുള്ളൂ, പുറത്തുനിന്ന് ആര് വന്ന് കണ്ടാലും. അപ്പം നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ്, 40 രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഷൈനിങ് ലീഫാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത്. 4-5 ലീവ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. റേറ്റ് വരുന്നത് 90 റുപ്പീസ്. കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ് മാത്രമാണ് കേട്ടോ. സൈസും ഇതുപോലെ തന്നെയാണ്, ഒരുപാട് ഹൈറ്റ് ഇല്ല, ഇത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീക്കോക്കാണ് കേട്ടോ. പീക്കോക്കിൻ്റെ ഈ ഒരു 4-5 ലീവ്സിലായിരിക്കും ഇതിൻ്റെ പോട്ട് വരുന്നത്. ഒരുപാട് ഹൈറ്റ് ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ്, 90 രൂപയാണ് കലാത്തിയ പീക്കോക്കിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത കലാത്തിയ പ്ലാന്റ് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ നമുക്കൊരു ഈ ഒരു പരുവത്തിൽ ഇതുണ്ടോ, ഒരു 3 ലീവ്സ് പരുവമാണത്. ഈ 3 ലീവ്സ് പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസ്, 100 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റ് ആണ് കേട്ടോ. ഡോട്ടി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഡാർക്ക് ഒരു ബ്ലാക്ക് പോലത്തെ കളറിൽ ഒരു പിങ്ക് നാരോ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത്. ഒട്ടും ഹൈറ്റില്ല. നമുക്കിപ്പോൾ പ്ലാന്റുകളെല്ലാം സ്റ്റോക്ക് വരുന്നത് ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റുകളാണ്. എടുത്തെടുത്ത് ഞാൻ പറയുവാണ്, ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റാണ്. ഇതുപോലെ ഒരു ചെറിയ കുള്ളം പ്ലാന്റ് പോലെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 110 റുപ്പീസ്, 110 രൂപയാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് കലാത്തിയ ക്രിംസൺ ആണ് കേട്ടോ. കലാത്തിയ ക്രിംസൺ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സേ സ്റ്റോക്കുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170, 170 രൂപയാണ് കലാത്തിയ ക്രിംസൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റുസ്കോയാണ് കേട്ടോ. കലാത്തിയ റുസ്കോയും കലാത്തിയ ക്രിംസണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ ഒരു എന്താ പറയുക, പെയിൻറ്റ് തെറിച്ച പോലെ ഇരിക്കും. ഇതിങ്ങനെ പക്കയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ബോർഡർ, അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി കുറച്ചും കൂടി പിങ്ക് കളർ കയറിയും വരും. അപ്പോൾ റുസ്കോയാണ് ഈ കാണുന്നത്. റുസ്കോൻ്റെ റേറ്റ് വരുന്നത് 200. നമുക്കിത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റോക്ക് ഇല്ല, നമുക്ക് ഒരുപാട് കൈ കിട്ടുന്നില്ല നമുക്ക് ഈ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ട്, നേരത്തെ വന്നാൽ മതി. പിന്നീട് ഒത്തിരി പേര് ചോദിച്ചു വരുന്നുണ്ട്, പിന്നെ പറയാമെന്നും പറഞ്ഞിട്ട് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. 200 ആണ് റുസ്കോൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ ക്രിംസൺ ആണ് കേട്ടോ. ഗ്രീൻ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് നമ്മുടെ ഈ ഗ്രീൻ ക്രിംസൻ്റെ വരുന്നത്. 3 ലീവ്സ് പരുവം, 4 ലീവ്സ് പരുവത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണിക്കാഞ്ഞിട്ടാണ്. ഏറ്റവും കുറവ് ലീവ്സ് ഉള്ളത് ഞാൻ എടുത്തേക്കാനാണ്. 130, 130 രൂപയാണ് ഗ്രീൻ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് നമ്മൾ ഗ്രീൻ ക്രിംസനോട് കുറച്ച് സാമ്യമുള്ള പ്ലാന്റാണ്, എന്നാൽ നല്ല വ്യത്യാസമുണ്ട് 2 പ്ലാന്റും കൂടി ഇരിക്കുമ്പോൾ. ഇത് റോസി എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. കലാത്തിയ റോസിയാണ്. കുറച്ച് പ്ലാന്റ്സ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ഈ പ്ലാന്റ് സൈസ് വരുന്നത്. ഇതും ഒരുപാട് ഹൈറ്റ് ഇല്ല, പക്ഷേ റേറ്റ് കൂടുതലാണ്. 220, 220 രൂപയാണ് കലാത്തിയ റോസിയുടെ റേറ്റ് വരുന്നത്.
ഇത് നോക്കിയേ, കലാത്തിയ റോസിയും ഗ്രീൻ ക്രിംസനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? നല്ല ഡിഫറൻസാണ് ഈ രണ്ട് പ്ലാന്റും തമ്മിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ രണ്ട് പ്ലാന്റും സെയിം ആയിട്ട് തോന്നും, അല്ല രണ്ടും രണ്ട് സൈസ് പ്ലാന്റാണ് കേട്ടോ. ഇനി നമ്മുടെ കലാത്തിയയിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ് പ്ലാന്റ് എത്തിയേക്കുന്നത് നമ്മുടെ കലാത്തിയ വിറ്റാറ്റയാണ് കേട്ടോ. ഇതാണ് വിറ്റാറ്റ കലാത്തിയ. ഒട്ടും ഹൈറ്റിലല്ല വന്നേക്കുന്നത്, ഇത് ഇത്രയുള്ള ഹൈറ്റ്, വളരെ ചെറിയ പ്ലാന്റാണ് കേട്ടോ വിറ്റാറ്റ. ഡോട്ടിയുടെ പോലെ തന്നെ ഹൈറ്റ്. 90 റുപ്പീസ്, 90 രൂപയാണ് കലാത്തിയ വിറ്റാറ്റയുടെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ടയാണ് കേട്ടോ. കലാത്തിയ ഓർണാട്ടയുടെ 2, 3, 4, 5 ലീവ്സിലായിരിക്കും തൈകൾ വരുന്നത്. ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. 100 റുപ്പീസ്, 100 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർബിഫോളിയാണ് കേട്ടോ. ഓർബിഫോളിയേക്കും ഹൈറ്റില്ല, ഇത്രയും ഹൈറ്റേ ഉള്ളൂ, ഹൈറ്റ് കുറവാണ്. നമുക്ക് ഈ വരുന്ന പ്ലാന്റുകൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇനിയും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്നതല്ല, പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകൾ നമുക്കിപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഒരു സൈസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 140, 140 രൂപയാണ് കലാത്തിയ ഓർബിഫോളിയയുടെ റേറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ സ്റ്റാർ ബ്യൂട്ടി പ്ലാന്റ് ആണ് കേട്ടോ, കലാത്തിയ. ഇതിപ്പോൾ ഒരു 2 ഷൂട്ട് പരുവത്തിലാണ് നിൽക്കുന്നത്. ഇത് സിംഗിൾ ഷൂട്ട് ഒരു 3 ലീഫ് പരുവത്തിലേ ഉണ്ടാവത്തുള്ളൂ. ആ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്, 100 രൂപയാണ് സ്റ്റാർ ബ്യൂട്ടിയുടെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് വരുന്നൊരു പ്ലാന്റാണ് കലാത്തിയ പീക്കോക്ക് ജിഞ്ചർ കേട്ടോ. ഇതിലൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ലൈറ്റ് വയലറ്റ് കളറ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. പെട്ടെന്ന് തൈകളാവട്ടെ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. 50 റുപ്പീസ്, 50 രൂപ മാത്രമേ ഉള്ളൂ പീക്കോക്ക് ജിഞ്ചറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ജംഗിൾ വെൽവെറ്റ് കലാത്തിയാണ് കേട്ടോ. ഒത്തിരി പ്ലാന്റ് സ്റ്റോക്കില്ല, ഒന്നോ രണ്ടോ പോട്ടുകളെ നമുക്ക് സ്റ്റോക്കുള്ളൂ. നമുക്കൊരു സിംഗിൾ ഷൂട്ട് ജംഗിൾ വെൽവെറ്റിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. 100 രൂപയാണ് ജംഗിൾ വെൽവെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലീവ്സ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊരു വെൽവെറ്റ് പോലെ ഫീൽ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമാണ്. ബാക്കിൽ നല്ലൊരു പർപ്പിൾ കളറും ഇവിടെ നല്ലൊരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് വരുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഐഡി വരുന്നത് ജംഗിൾ വെൽവെറ്റ് എന്നാണ്. 100 റുപ്പീസ്, 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് എയർ പ്ലാന്റ് ആണ് കേട്ടോ. അതായത് മണ്ണിലൊന്നും കുഴിച്ചിടണ്ട, വെറുതെ ഒരു ഗ്ലാസ്സിൽ എവിടെയെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. വല്ലപ്പോഴും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നൂലിൽ നമുക്ക് ഒരു സൈഡിലൊക്കെ കെട്ടിത്തൂക്കിയിടാം നമ്മുടെ ഗാർഡനിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടി ഈ സൈഡിൽ കൂടി ഒക്കെ ഇങ്ങനെ തൈകൾ ഇങ്ങനെ പൂ പോലെ പൊട്ടി റൗണ്ട്, നല്ലൊരു റൗണ്ട് ബോൾ പോലെ പരിവാകും ഈ പ്ലാന്റ്. എനിക്ക് തോന്നുന്നു ഒരു തണുപ്പുള്ള സമയത്തൊക്കെ ഇതിലൊരു പിങ്ക് കളർ ഫ്ലവർ പോലെ വരും കേട്ടോ. ഈ എയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120, 120 രൂപയാണ് ഈ എയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് മിലിറ്ററി കലേഡിയാണ് കേട്ടോ. അതുണ്ടോ, നമ്മുടെ മിലിറ്ററിക്കാരുടെ യൂണിഫോം പോലത്തെ ഡിസൈൻ വരുന്ന മിലിറ്ററി കലേഡിയാണ്. ഈ ഒരു സൈസ്, ഒരുപാട് ഹൈറ്റില്ല, ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസ്, 60 രൂപയാണ് മിലിറ്ററി കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ആസ്പരാഗസിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ആസ്പരാഗസ് അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത്. 4 ലീവ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിലുള്ളത്. 90 റുപ്പീസ്, 90 രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ഫിലോഡെൻഡോൻ്റെ സിൽവർ സ്ട്രീക്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു ഷൈനിങ് ലീഫാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലൊരു സിൽവർ കളറും കൂടി ഈ ലീഫിൽ കയറി വന്ന് നല്ല ഭംഗിയിൽ നമുക്കിതിനെ ഒരു സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഐഡി വരുന്നത് സിൽവർ സ്ട്രീക്ക് എന്നാണ് കേട്ടോ. റേറ്റ് വരുന്നത് 50 റുപ്പീസ്, 50 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഫിലോഡെൻഡ്രോൺ ബ്രാൻഡിറ്റൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് കേട്ടോ. നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റാം, ഒരു സ്റ്റിക്കിലും ഇതുപോലെ കയറ്റി വിടാം. വളരെ റേറ്റ് കുറവാണ്, 70 റുപ്പീസ് മാത്രമേ ഉള്ളൂ ബ്രാൻഡിറ്റനത്തിൻ്റെ റേറ്റ് വരുന്നത്. 70 റുപ്പീസ് ഉള്ളൂ, ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാം കേട്ടോ. 70 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റിൻ്റെ ഡോർഫ് വെറൈറ്റി, അതായത് കുള്ളൻ വെറൈറ്റി. ഹൈറ്റ് വയ്ക്കത്തില്ല, ഏകദേശം കുറച്ച് ഹൈറ്റിൽ നിൽക്കത്തുള്ളൂ. ഏകദേശം അടുത്തിട്ട് വരുന്നത് CC പ്ലാന്റിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ നാടൻ വെറൈറ്റി അല്ല, ഡോർഫ് കുള്ളം വെറൈറ്റിയാണ്. 4ൽ കൂടുതൽ തൈകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു കിഴങ്ങിൽ നിന്നാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പൊട്ടറ്റോ പോലത്തെ ഒരു കിഴങ്ങായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്, എന്നാൽ അതിന് ചെറിയൊരു നനവ് വേണോ ഇതാണ്. ഈ ഒരു കുള്ളം പ്ലാന്റ്, മിനിയേച്ചർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120, 120 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്.
അടുത്തായിട്ട് വരുന്നത് CC പ്ലാന്റിൻ്റെ തന്നെ ബ്ലാക്ക് കേട്ടോ, ഡാർക്ക് ഗ്രീൻ കളറ്, ഒരു പർപ്പിൾ പോലത്തെ കളറിലൊക്കെ വരുന്ന ബ്ലാക്ക് CC എന്ന് ഇതിൻ്റെ ID വരുന്നത്. ഇതിൻ്റെ റേറ്റും വരുന്നത് 120 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സൂപ്പർ റെഡ് അല്ലെങ്കിൽ ജയ്പോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. 2 സൈസ് ഉണ്ട്. അപ്പം നിങ്ങൾ 150ൻ്റെ വിലക്കുറവിൻ്റെ വാങ്ങിക്കും, എന്നിട്ട് പറയും ഹൈറ്റ് ഇല്ല എന്ന് പറയും. ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ് തന്നെയാണ് ഞാൻ പറയുന്നുണ്ട്, സീഡ്ലിംഗ് പ്ലാന്റ് ആണെന്ന്. കണ്ടോ, ഈ 2 പോട്ടും കൂടി ഒപ്പം വയ്ക്കുമ്പോൾ ഇതിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതിനൊട്ടും ഹൈറ്റ് ഇല്ല. സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 150 ആണ്. ഈ സൂപ്പർ റെഡിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ്. ഇത് 200 ആണ് കേട്ടോ. വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് 2 പ്ലാന്റ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ പിഡിലാന്തസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു പോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 5 ഷൂട്ട് ഉണ്ട് കേട്ടോ. ഈ പോട്ടിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത്, ഈ ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ് വെരിഗേറ്റഡ് പിഡിലാന്തസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ഗ്രീൻ ലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വരുമ്പോൾ ആദ്യം ലീഫ് ഉണ്ടാകുമ്പോൾ ഒരു വൈറ്റ് കളറും പിന്നീട് അത് ഇതിൽ നിന്ന് ഒരു പിങ്ക് കളറിലോട്ട് മാറുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. 280 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് 60 റുപ്പീസ്, 60 രൂപയാണ്. ഈ റെഡും ഒരു വൈറ്റും ഗ്രീനും കൂടി ചേർന്നുള്ള പ്ലാന്റ് വരുന്നത്. ഇനി അതിൻ്റെ വൈറ്റ് മാത്രം മതിയെങ്കിൽ, വൈറ്റും ഗ്രീനും കൂടി ഉള്ളത് ടൈപ്പ് ഉണ്ട്, രണ്ടും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ് കേട്ടോ. 60 രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത്. ഇതൊരു ഫോളിയേജ് ആന്തൂറിയാണ് കേട്ടോ. നീളത്തിൽ ഇങ്ങനെ ലീഫ് വരുന്നതാണ്. നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. 800 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി വരുന്നത് നമ്മുടെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. നല്ല സൈസുള്ള 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല സൈസിലുള്ള 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 270 രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി ഡയമണ്ട് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, 220 ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്ത് വരുന്ന പ്ലാന്റ് ഹെങ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റാണ്, അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. അഗ്ലോണിമ ഹെങ് 190 രൂപയാണ് അഗ്ലോണിമ ഹെങ്ങിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ റോട്ടാണ്ടമാണ് കേട്ടോ. റോട്ടാണ്ടൻ ടൈഗറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ്, വെറും 90 രൂപ മാത്രമുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് അഗ്ലോണിമ സെൻസ്റ്റാർ ആണ്. സെൻസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ് അഗ്ലോണിമ സെൻസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് വിദൂരിയാണ് കേട്ടോ. അഗ്ലോണിമ വിദൂരിയാണ്. വിദൂരിയുടെ റേറ്റ് വരുന്നത് 220 രൂപയാണ് അഗ്ലോണിമ വിദൂരിയുടെ റേറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് അഗ്ലോണിമ ഫ്യൂജൂയി റെഡ് ആണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ റെഡ് കാണാനായിട്ട്. ഇതുണ്ട റെഡ്, നല്ല റെഡ് കളറാണ്. 250 രൂപയാണ് ഫ്യൂജൂയി റെഡിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് ചൈന റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ചൈന റെഡിൻ്റെ ഒരു ഗ്രീഫും ഒരു ഡാർക്ക് പിങ്ക് കളറും കൂടി ചേർന്നുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഡയമണ്ട് പിങ്കിൻ്റെ അഗ്ലോണിമ ഡയമണ്ട് പിങ്കിൻ്റെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപ. പിന്നെ ഇത്രയും പ്ലാന്റ്സുകൾ കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്